എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC പരീക്ഷകളിൽ നിരന്തരം ആവർത്തിച്ച് ചോദിക്കാറുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷകളിൽ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ഇത് രൂപീകരിച്ചത്. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനം നീതി ആയോഗ്. നീതി ആയോഗാണ് ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനം. 2014 ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കുകയും പകരം നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ സ്ഥാപനമോ അല്ല. കേന്ദ്ര മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാനപ്രകാരം രൂപീകരിച്ച ഒരു ഉപദേശക സമിതി മാത്രമാണിത്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ, ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. പഴയ ആസൂത്രണ കമ്മീഷനെ പോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെയും എക്സ് ഒഫീഷ്യോ ചെയർമാൻ, അധ്യക്ഷൻ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1951. 1951 ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടക്കം കുറിച്ചത് 1951 ഏപ്രിൽ 1 അവതരിപ്പിച്ചത് പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഹാരോഡ് ഡോമർ മാതൃക അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ഏത് മേഖലയ്ക്കാണ് മുൻഗണന നൽകിയത്? കൃഷി. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും കൃഷി മേഖലയ്ക്കായിരുന്നു മുൻഗണന നൽകിയത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് തൊട്ടുപിന്നാലെ ഇന്ത്യ നേരിട്ട കടുത്ത ഭക്ഷ്യക്ഷാമം പരിഹരിക്കുകയും കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയുമായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായാണ് ഭക്രാനങ്കൽ, ഹീരാക്കുഡ്, ദാമോദർ വാലി തുടങ്ങിയ പ്രശസ്തമായ വൻകിട അണക്കെട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. വ്യവസായവൽക്കരണത്തിന് മുൻഗണന നൽകിയ മഹലനോബിസ് മാതൃക ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യവസായവൽക്കരണത്തിന് മുൻഗണന നൽകിയ മഹലനോബിസ് മാതൃക രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1956 മുതൽ 1961 വരെയായിരുന്നു. പ്രശസ്ത ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റീഷ്യനായ PC മഹലനോബിസാണ്, പ്രശാന്ത് ചന്ദ്ര മഹലനോബിസാണ് ഈ പദ്ധതിയുടെ മാതൃക തയ്യാറാക്കിയത്. അടിസ്ഥാന വലിയ വ്യവസായങ്ങൾ, ഹെവി ഇൻഡസ്ട്രീസിൻ്റെ വികസനത്തിനായിരുന്നു ഈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1974 മുതൽ 1978 വരെ. ഈ പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് DP ധർ ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തത കൈവരിക്കലുമായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. നിശ്ചിത കാലാവധിക്ക് 1 വർഷം മുൻപ് തന്നെ റദ്ദാക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതി നിർത്തലാക്കിയ ശേഷം ജനതാ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. 1978 മുതൽ 80 വരെ ഉള്ള കാലയളവിലുണ്ടായിരുന്ന റോളിംഗ് പ്ലാൻ. ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതി കാലയളവ് 2012 മുതൽ 2017 വരെയായിരുന്നു. 2014 കേന്ദ്ര സർക്കാർ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചതോടെ ഈ പദ്ധതിയുടെ കാലാവധി 2017 മാർച്ചിൽ പൂർത്തിയായതിനു ശേഷം ഇന്ത്യയിൽ പുതിയ പഞ്ചവത്സര പദ്ധതികൾ ഒന്നും തന്നെ തയ്യാറാക്കിയിട്ടില്ല. ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ന്യൂ എക്കണോമിക് റിഫോംസ് ആരംഭിച്ച വർഷം
ഏതാണ്? 1991. ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചത് 1991 ഇത് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പരിഷ്കാരങ്ങളെന്നും അറിയപ്പെടുന്നു. LPG പരിഷ്കാരങ്ങളെന്നും അറിയപ്പെടുന്നു. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ആരായിരുന്നു? പ്രധാനമന്ത്രിയായിരുന്നത് PV നരസിംഹറാവു, ധനമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്നത് PV നരസിംഹറാവുവും ഇന്ത്യയിലെ ധനമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ശില്പി. ഈ പരിഷ്കാരങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1992 മുതൽ 97 വരെയായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ഈ കാലയളവിലാണ്. ഇതിനാൽ 8ാം പദ്ധതിയെ റാവു മൻമോഹൻ മാതൃക എന്നും വിളിക്കാറുണ്ട്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? 1935 ഏപ്രിൽ 1. 1935 ഏപ്രിൽ 1 ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരമാണ് RBI രൂപീകരിച്ചത്. RBI ശുപാർശ ചെയ്ത കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. RBI ദേശീയവൽക്കരിച്ചത് 1949 ജനുവരി 1 തുടക്കത്തിൽ കൊൽക്കത്തയായിരുന്നു RBIയുടെ ആസ്ഥാനം. 1937 RBIയുടെ ആസ്ഥാനം സ്ഥിരമായി മുംബൈയിലേക്ക് മാറ്റി. ഇന്ത്യയിൽ ആദ്യമായി 14 പ്രമുഖ വാണിജ്യ ബാങ്കുകൾ ദേശീയവൽക്കരിച്ചത് ഏതു വർഷമാണ്? 1969 ജൂലൈ. 1969 ജൂലൈയിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി 14 പ്രമുഖ വാണിജ്യ ബാങ്കുകൾ ദേശീയവൽക്കരിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് നടപ്പിലാക്കിയത്. 50 കോടി രൂപയ്ക്ക് മുകളിൽ നിക്ഷേപമുണ്ടായിരുന്ന സ്വകാര്യ ബാങ്കുകളാണ് അന്ന് സർക്കാർ ഏറ്റെടുത്തത്. പിന്നീട് 1980 ഏപ്രിൽ 15 200 കോടി രൂപയ്ക്ക് മുകളിൽ നിക്ഷേപമുണ്ടായിരുന്ന 6 ബാങ്കുകളെ കൂടി ദേശീയവൽക്കരിച്ചു. ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ വായ്പകൾ നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡ്. നബാർഡാണ് ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ വായ്പകൾ നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്ക്. നബാർഡ് 1982 ജൂലൈ 12 സ്ഥാപിതമായത്. ശുപാർശ ചെയ്ത കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയായിരുന്നു. നബാർഡ് ആക്ട് 1981 പ്രകാരമാണ് ഇത് രൂപീകരിച്ചത്. 6ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1980 മുതൽ 85 വരെ ഉണ്ടായിരുന്ന 6ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഈ ബാങ്ക് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ്. ഹരിത വിപ്ലവം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവയാണ്. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവം പ്രധാനമായും ഏതെല്ലാം വിളകളുടെ ഉൽപാദന വർധനവിനാണ് കാരണമായത്? ഗോതമ്പ്, നെല്ല്. ഹരിത വിപ്ലവം പ്രധാനമായും വിളകളായ ഗോതമ്പ്, നെല്ല് എന്നിവയുടെ ഉൽപാദന വർധനവിനാണ് കാരണമായത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തെ ശാസ്ത്രജ്ഞർ പലപ്പോഴും ഗോതമ്പ് വിപ്ലവം, വീറ്റ് റെവല്യൂഷൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. രാജ്യത്തെ മൊത്തം നെല്ലുൽപാദനത്തിൻ്റെ ഏകദേശം 15% ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 15 മുതൽ 16 ദശലക്ഷം ടൺ വരെ നെല്ല് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും പഞ്ചസാര മില്ലുകൾ കൂടുതലുള്ളതുമായ സംസ്ഥാനങ്ങളിൽ ഒന്നായതിനാലാണ് ഉത്തർപ്രദേശിന് ഈ പേര് ലഭിച്ചത്. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബയാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? ഝാർഖണ്ഡ്. ഝാർഖണ്ഡാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം.
ഇന്ത്യയിലെ ആകെ കൽക്കരി നിക്ഷേപത്തിൻ്റെ ഏകദേശം 26% ഈ ഒരു സംസ്ഥാനത്താണുള്ളത്. കൽക്കരി ഖനികളായ ഝാരിയ, ബൊക്കാറോ, ഗിരിദിഹ്, കരൺപുര എന്നിവ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷ സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ പ്രധാനമായും 2 തരം ഇരുമ്പയിരുകളാണ് കാണപ്പെടുന്നത്, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇന്ത്യയിലെ ആകെ ഇരുമ്പയിര് ഉൽപ്പാദനത്തിൻ്റെ 50% കൂടുതൽ ഒഡീഷയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.